വണക്കം. റിപ്പോർട്ടർ ചാനലിലെ മരംമുറി മുതലാളിയായിട്ടുള്ള ആൻഡ്രു അഗസ്റ്റിനും ആൻഡ്രു അഗസ്റ്റിൻ്റെ വിനീത വിധേയ ദാസനായിട്ടുള്ള അവതാരകൻ അരുൺ കുമാറും ഒരു ദുരന്തമുഖത്ത് എല്ലാ ആൾക്കാരും ഇന്ത്യൻ ആർമിയെയും ഇന്ത്യൻ നേവിയെയും നമ്മുടെ സൈനിക സംവിധാനങ്ങളെയെല്ലാം വാതോരാതെ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൻ്റെ സൈന്യമെന്ന് പറയുന്നത് കേരളം തന്നെയാണ് എന്ന് പറയാനുള്ള ഒരു മനസ്സ് അരുൺകുമാറിന് മാത്രമേ കാണുകയുള്ളൂ. എന്ന് പറയാനുള്ള ഒരു ദുഷിച്ച മനസ്സ് അരുൺകുമാറിന് മാത്രമേ കാണുകയുള്ളൂ എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സമയത്ത് അങ്ങനെ പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് അരുൺകുമാറിനോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഞാൻ മറ്റതാണല്ലോ പറഞ്ഞത്, മരിച്ചതാണല്ലോ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ അരുൺകുമാറിന് ഉരുണ്ട് കളിക്കാനും അതിഭീകരമായിട്ടുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അരുൺകുമാർ കേരളത്തിൻ്റെ ആർമി കേരളമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്തരാർത്ഥത്തിൽ പല കാര്യങ്ങളും പല ആൾക്കാരും ഊഹിച്ചെടുക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ അന്തരാർത്ഥത്തിൽ ഊഹിച്ചെടുക്കാനുള്ള കാരണം എന്താണ്? ശിരൂരിൽ അർജുൻ എന്ന് പറയുന്ന വ്യക്തി കാണാതായപ്പോൾ അവിടെ ചെന്ന് തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് അർജുൻ്റെ അമ്മയായിട്ടുള്ള ആ സ്ത്രീ സൈന്യത്തെ വരെ കുറ്റം പറയുന്ന സാഹചര്യത്തിലേക്ക് ഇവരുടെ വാർത്തകൾ കൊണ്ടെത്തിച്ചു എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അർജുൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അർജുൻ്റെ അമ്മയുടെ ആ സ്ഥാനത്ത് ഏത് അമ്മയാണെങ്കിലും സ്വന്തം മകനെ കാണാതായ ആ സാഹചര്യത്തിൽ ആരെയായിരുന്നാലും കുറ്റം പറയും. കാരണം സ്വന്തം മകനെ കിട്ടിയാൽ മതി എന്നുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. സ്വന്തം അമ്മയുടെ ഒരു കൈക്കുഞ്ഞ് ഒരു ആനയുടെ കാലിൻ്റെ ഇടയിൽ അകപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. ആ അമ്മയ്ക്ക് ആ സമയം ആനയെന്നുണ്ടാകില്ല, ആന കൊത്തുവെന്നോ ആന വെട്ടുവെന്നോ ആന കാലവാരി തൂക്കി തറയടിക്കുമോ എന്നും ഉണ്ടാകത്തില്ല. സ്വന്തം കുഞ്ഞിനെ വാരിയെടുക്കാനായിട്ട് ആനയുടെ കാലിൻ്റെ ഇടയിലോട്ട് അമ്മ ഓടി ആ കുഞ്ഞിനെ എടുത്ത് തിരിച്ചു വരും. നമുക്കും ഒരു അത്ഭുതമായി പോകും. അതുപോലെയാണ് അർജുൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ആ മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിൽ ഇതുപോലെയുള്ള മാധ്യമപ്രവർത്തകരുടെ പങ്ക് നിസ്തുലമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. കഴിഞ്ഞ ദിവസം അരുൺകുമാർ ഇട്ടൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ആർമി കേരളം തന്നെയാണ് എന്നാണ് പറയുന്നത്. സൈനികരും സൈനിക സംവിധാനങ്ങളും നാവികസേനയും എന്ത് ഗംഭീരമായിട്ടാണ് ത്വരിതഗതിയിലാണ് ആ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം ആൾക്കാരെ അവിടെ നിന്ന് രക്ഷിക്കാനും ഒഴിപ്പിക്കാനും സാധിച്ചത്. കുറച്ചാൾക്കാരെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. ഈ സൈന്യത്തിനും പിന്നെ സൈന്യത്തിൻ്റെ കൂടെ വന്ന നാവികസേനയ്ക്കും അടക്കം ഒരു കൈത്താങ്ങ് എന്ന നിലയിലാണ് ബാക്കിയുള്ള വോളണ്ടിയർമാരും അവിടെയുള്ള ആൾക്കാരും. അവരുടെ പ്രവർത്തനങ്ങളൊന്നും ചെറുതല്ല. പക്ഷേ ആ സൈന്യം ചെയ്തതിൻ്റെ അത്രയും അവിടെ ആരും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സൈന്യം അവിടെ ഇറങ്ങി. കാരണം ഹെലികോപ്റ്ററുകൾ ഇറങ്ങാൻ പറ്റാത്ത ടെറൈനുകളിൽ പോലും ഹെലികോപ്റ്റർ കൊണ്ടിറക്കി. ബെയിലി പാലം എന്ന് പറയുന്ന പാലം അവിടെ പണി കഴിപ്പിച്ചു. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം സൈന്യം നടത്തി. അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ വടം കെട്ടി അപ്പുറത്തേക്ക് സൈന്യം സ്വന്തം ജീവൻ പണയം വെച്ച് പോയി തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. അതേ വടത്തിൽ കൊണ്ടുവന്നു. പല ആൾക്കാരെയും അങ്ങനെ രക്ഷപ്പെടുത്തി. സൈന്യത്തിന് വലിയൊരു കൈത്താങ്ങാണ് അവിടെയുള്ള വോളണ്ടറി ജനങ്ങളും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ടും കേരളത്തിൻ്റെ ആർമി കേരളമാണ് എന്നിങ്ങനെ പറഞ്ഞു വരുന്ന ആ ഒരു മനസ്സ് അതെനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് അരുൺകുമാറിൻ്റെ കേസ് അങ്ങോട്ട് വിടാം. പറഞ്ഞ് മടുത്ത്. എങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സൈന്യ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം പറയുകയാണ് കേരളത്തിൻ്റെ ആർമി കേരളമാണെന്ന്. ശരി, ആയിക്കോട്ടെ. ഇനി അടുത്തത് മരംമുറി മുതലാളിയായിട്ടുള്ള ആൻഡ്രു അഗസ്റ്റിൻ. ഈ പുള്ളിക്കാരൻ വിലപിക്കുന്നത് കണ്ടു. റിപ്പോർട്ടർ ചാനലിരുന്നുകൊണ്ട് വിലപിക്കുന്നു. എന്നിട്ട് മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നു. ആ ദുരന്ത ഭൂമിയിലൊക്കെ ഇങ്ങനെ പരതി നടക്കുന്നു. ആ മൈക്കും വെച്ചുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഇവിടെ ബൈറ്റ് എടുക്കാൻ നടക്കുന്ന വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ വലിയ പ്രകൃതി സ്നേഹിയാണ്. പുള്ളിയുടെ ജോലി എന്തുമായിരുന്നു? മരംമുറി. ഇതായിരുന്നു പുള്ളിയുടെ ജോലി. അതിനകത്തൊരു ധാർമ്മികമായിട്ടുള്ളൊരു പ്രശ്നമില്ലേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ധാർമ്മികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനായിട്ടിടയായത്. ജേർണലിസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനായിട്ടിടയായത്. ആ പോസ്റ്റ് കണ്ടപ്പോൾ ആ പോസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം എനിക്ക് തോന്നി. ഇത്തരത്തിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഓർമ്മയുണ്ടോ ഈ മുഖം? റിപ്പോർട്ടർ ടിവിയുടെ മൈക്കേന്തി റവന്യൂ മന്ത്രി കെ രാജനോട് സംസാരിക്കുന്ന ആ മുഖം. വയനാട്ടിലെ മുട്ടിൽ പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പ്രായമുള്ള 104 ഈട്ടിമരങ്ങൾ മുറിച്ചു കടത്തിയ കേസിലെ മുഖ്യപ്രതി ആൻഡ്രു അഗസ്റ്റിൻ തന്നെ. റിപ്പോർട്ടർ ചാനലിൻ്റെ ദുരൂഹ മുതലാളി. മുട്ടിൽ മരം കൊള്ളയുടെ മസ്തിഷ്കമെന്ന് പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ആൻഡ്രു അഗസ്റ്റിൻ ജേർണലിസ്റ്റിൻ്റെ റോളിൽ സ്പോട്ട് റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയതാണ്. പണം മുടക്കാൻ മാർഗമുണ്ടെങ്കിൽ ഏത് ക്രിമിനലിനും മാധ്യമ മുതലാളിയാകാം. അവർ റിപ്പോർട്ടിങ്ങിന് പേനയും മൈക്കുമായി ഇറങ്ങിയാലോ?
സർക്കാർ ഉത്തരവ് ഉണ്ടെന്ന് പാവപ്പെട്ട ആദിവാസികൾ അടക്കമുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് റവന്യൂ ഭൂമിയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിലമതിക്കാനാവാത്ത വീട്ടിമരങ്ങൾ കട്ടുമുറിച്ച ആളാണ് ചൂരൽമര ദുരന്തത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് റവന്യൂ മന്ത്രിയോട്. ഇത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്കുള്ള പ്രതിയുടെ സന്ദേശമല്ലേ? ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് താങ്ങി നിൽക്കുന്ന ഇയാൾക്കെതിരെ നീങ്ങാൻ ഇനി ആരാണ് ധൈര്യപ്പെടുക? ഈ ക്രിമിനൽ റിപ്പോർട്ടിങ്ങിൽ ഒരു എത്തിക്കൽ ഇഷ്യൂ ഇല്ലേ? ഒരു റിപ്പോർട്ടറുടെ ഗുണമായി എണ്ണുന്നത് സത്യസന്ധതയും വിശ്വാസ്യതയും പ്രതിബദ്ധതയുമാണ് എന്നാണല്ലോ വൈപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതൊന്നുമില്ലാതെ ഒരാൾ ജേർണലിസം എന്ന പ്രൊഫഷൻ്റെ വേഷം കെട്ടുന്നത് ഇപ്പറയുന്ന ജേർണലിസ്റ്റിക് എത്തിക്സിന് എതിരല്ലേ? ഇൻറ്റഗ്രിറ്റിയുള്ള ജേർണലിസ്റ്റുകൾക്ക് അത് അംഗീകരിക്കാനാകുമോ? ഒരു നിമിഷമെങ്കിലും ഈ വ്യക്തിയെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയുമോ? നാളെ ഇയാൾ എഡിറ്റേഴ്സ് ഗിൽഡിൻ്റെ കേരളത്തിലെ നേതാവായും വരാം. ഇത് ജേർണലിസ്റ്റ് കമ്മ്യൂണിറ്റിയും പ്രൊഫഷണൽ ജേർണലിസവും നേരിടുന്ന ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ് എന്ന വസ്തുത കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അംഗീകരിക്കുന്നുണ്ടോ? അവരൊരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അവർക്ക് പൈസ കിട്ടിയാൽ ഇതിനെ അപലപിക്കണ്ടേ? KUWJ എന്തു പറയുന്നു? മാധ്യമ പ്രവർത്തനത്തിലെ ആദർശ കുസുമങ്ങൾ അരുൺ കുമാരന്മാർ ഈ അവതാരത്തെ എങ്ങനെ കാണുന്നു? മിണ്ടുക മഹാമുനിമാരെ. അംബാനിയും അദാനിയും വാർത്താമാധ്യമ വ്യവസായത്തിൽ ശതകോടികൾ ഇറക്കിയത് മാധ്യമ പ്രവർത്തനത്തിൽ അവർക്കുള്ള അഗാധമായ താല്പര്യം കൊണ്ടോ ജനാധിപത്യ സംസ്ഥാപനത്തിന് വേണ്ടിയോ അല്ല. അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അവർ പക്ഷേ പേനയെടുത്ത് മൈക്കുമായി വാർത്ത എഴുതാൻ ഇറങ്ങിയാലോ? വെരി ഗ്രേറ്റ് പോയിന്റാണ്. മുട്ടിൽ കേസിൽ ആൻഡോ അറസ്റ്റിലായപ്പോഴുള്ള ഫോട്ടോ താഴെ ചേർക്കുന്നു എന്ന് പറയുന്ന ഒരു ഗംഭീര കുറിപ്പാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിരിക്കുന്നത്. ഇത് വളരെ ഗംഭീരമായിട്ടുള്ള കുറിപ്പാണ്. അല്ല, അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് അംബാനിയും അദാനി NDTV മേടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് NDTV തൊലഞ്ഞു. NDTV എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ജിഹുവായിട്ട് പ്രവർത്തിക്കുന്ന ചാനലാണ്. ആ NDTVയിൽ നിന്നും അദാനി അത് മേടിച്ചപ്പോൾ, അതായത് ഓഹരികൾ മുഴുവനായിട്ട് മേടിച്ചപ്പോൾ അവിടെയുള്ള വലിയ വലിയ ജേർണലിസ്റ്റുകളെല്ലാം രാജിവെച്ച് പുറത്തിറങ്ങി അവരിപ്പോൾ യൂട്യൂബ് ചാനലിൽ വാർത്തയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ യൂട്യൂബ് ചാനലിൽ വാർത്ത ഇടുന്നുണ്ടെങ്കിലും അവർക്ക് നല്ല റീച്ചുമുണ്ട്. പക്ഷേ അദാനിയുടെ ആ ഒരു ധാർമ്മികതയുണ്ടല്ലോ, ആ NDTVക്ക് അദാനി യാതൊരു മാറ്റവും വരുത്തിയില്ല. അവർ ഏത് ലൈനിലാണോ പോകുന്നത് അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഇനി രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരാം. ഏഷ്യാനെറ്റ് ന്യൂസ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിനെ തെറി പറയുന്ന മാധ്യമപ്രവർത്തകരും CATU മാധ്യമപ്രവർത്തകരുമാണല്ലോ ഇവിടെ ഉള്ളത്. ആ രാജീവ് ചന്ദ്രശേഖരൻ മൈക്കും പേനയും എടുത്ത് ഇതുപോലെ പുറത്തിറങ്ങി നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ നിഷ്കളങ്കരെ? അല്ല, ഇതൊക്കെ ചോദ്യങ്ങളാണ്, വളരെ 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 വലിയ ചോദ്യങ്ങളാണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ രാജീവ് ചന്ദ്രശേഖരനെ ജീവനോടെ വച്ചിരിക്കുമോ? നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ ആ രാജീവ് ചന്ദ്രശേഖരനെ കടിച്ചു കീറി തിന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തിന്നും, ഉറപ്പായിട്ടും തിന്നും. ഇനി വേറെ മാധ്യമപ്രവർത്തകരുണ്ട്. അംബാനിയാണ് News 18 ഫണ്ട് ചെയ്യുന്നത്. ആ News 18 അംബാനി ഫണ്ട് ചെയ്യുന്നത് അവിടെ ഒരുപാട് CATU പ്രവർത്തകർ ഇരുന്ന് ബൂർഷോ മുതലാളി എന്ന് അംബാനിയെ വിളിച്ച് CATU മാധ്യമപ്രവർത്തകൻ അംബാനിയുടെ പൈസ തിന്നുന്നുണ്ട്. അപ്പോൾ അംബാനി ഒരു ദിവസം വന്നിട്ട് ഞാനും മാധ്യമപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്ത് പറയും? നിങ്ങൾ പന്തംകുളത്തി റോഡിൽ പ്രകടനം നടത്തില്ലേ? ബൂർഷ്വാസി, ഫാസിസം, നാസിസം, അനാർക്കിസം, മുസോളിനിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തില്ലേ? അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ചാനൽ മുതലാളി പരിസ്ഥിതി പ്രവർത്തകൻ്റെ വേഷവും എടുത്തണിഞ്ഞ് പ്ലസ് ജേർണലിസ്റ്റ് പ്ലസ് എത്തിക്കൽ ജേർണലിസം ഇതൊക്കെ എടുത്തണിഞ്ഞുകൊണ്ട് റവന്യൂ മന്ത്രിയുടെ വരെ അടുത്തു പോയിൽ നിന്ന് ഒരു ക്രിമിനൽ റിപ്പോർട്ടിംഗ് നടത്തുന്നത് എന്ന് ആരോപിച്ചു കഴിഞ്ഞാൽ ആരെ കുറ്റം പറയാൻ പറ്റും എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉയരുന്നില്ലേ? ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ, അതായത് ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി ആ ചാനൽ ഉപയോഗിക്കുന്നത് അയാളെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം 24 ന്യൂസിൽ അരുൺകുമാർ നിന്നപ്പോൾ അരുൺകുമാർ ആൻഡോ അഗസ്റ്റിനെതിരെ ആഞ്ഞടിച്ചിരുന്ന വ്യക്തിയാണ്. ആഞ്ഞടിച്ചിട്ട് നേരെ റിപ്പോർട്ടറിലേക്ക് വന്നപ്പോൾ ആൻഡോ അഗസ്റ്റിൻ കാശ് കൊണ്ട് മൂടിയതായിരിക്കാം. അരുൺകുമാറിൻ്റെ നിലപാട് മാറി. ഇതാണോ എത്തിക്കൽ ജേർണലിസം? അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? തൻ്റെ നിക്ഷിപ്ത താല്പര്യമാണ് റിപ്പോർട്ടറിൽ നടപ്പാകുന്നത് എന്നുള്ളത് മാത്രമാണ്. ആൻഡോ അഗസ്റ്റിൻ അങ്ങനെ പല ആൾക്കാരെയും വിലയ്ക്ക് വാങ്ങിച്ച് അയാളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഏത് ചാനലിൽ അങ്ങനെ നടപ്പിലാവുന്നുണ്ടോ? ഏഷ്യാനെറ്റിൽ നടപ്പിലാവുന്നുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറി പറയുന്നത് ഏഷ്യാനെറ്റിനല്ലേ എൻ്റെ നിഷ്കളങ്കരെ? ഏഷ്യാനെറ്റിൽ രാജീവ് ചന്ദ്രശേഖരൻ കൈകടത്തുന്നത് കണ്ടിട്ടുണ്ടോ? രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് ഇലക്ഷന് നിന്നപ്പോൾ പോലും അദ്ദേഹത്തിന് എതിരെ വാർത്ത കൊടുത്ത ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. NDTVയിൽ അദാനി കൈകടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അംബാനി News 18 കൈകടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ആകപ്പാടുള്ളൊരു കൈകടത്തൽ ഇത് മാത്രമല്ലേ ഉള്ളൂ. ചിന്തിക്കേണ്ട വിഷയമാണ്. ചിന്തിക്കാം, ആലോചിക്കാം. അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.